ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ വി ടി ബൽറാം നമുക്കൊപ്പമുണ്ട്. വി ടി ബൽറാം, ഇപ്പോൾ ഒരു ഉജ്ജ്വല മത്സരം തന്നെയാണ് നിലമ്പൂരിൽ കാണാൻ കഴിയുക. ആദ്യം തന്നെ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് ആണല്ലോ. ആ സിറ്റിംഗ് സീറ്റിൽ അവരുടെ പാർട്ടിയുടെ ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കാൻ വേണ്ടി അവർ ഒരു തീരുമാനമെടുത്തു എന്നുള്ളത് ആ പാർട്ടിയുടെ തീരുമാനം എന്നുള്ളതിൽ ഞാൻ നോക്കിക്കാണുകയാണ്. അതിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കമന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 3-4 ദിവസമായി തന്നെ ഫീൽഡിലുണ്ട്. അദ്ദേഹം പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും LDF-ന്റെ സ്ഥാനാർത്ഥി ഇന്നല്ലെങ്കിൽ നാളെ വരും. കാരണം നോമിനേഷൻ സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കാറാവുകയാണ്. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥി വരും എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. ബഹുദൂരം തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടപെട്ടൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അങ്ങയുടെ പാർട്ടിയിലുള്ള ഒരു യുവ MLA ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എം സ്വരാജിനെ മത്സരിപ്പിച്ചു കൂടെ എന്ന തരത്തിൽ ഒരു വെല്ലുവിളി നിറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ എം സ്വരാജിനെ നിർത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള വ്യാഖ്യാനമൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉന്നയിക്കാം. പക്ഷേ ഈ ദിവസങ്ങളിൽ വരെ അവർ അത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്കറിയില്ല. സ്വരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അവരുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അവർ നേരത്തെ തന്നെ അത് പരിഗണിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന് ഇവിടെ ചുമതലയൊക്കെ ആയിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്വന്തം നാട് കൂടിയാണല്ലോ. അപ്പൊ ആ നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പാർട്ടി അവരുടെ തലത്തിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ മറ്റാരെങ്കിലും പറയുന്നതിന്റെ അടിസ്ഥാനത്തിലോ എതിർപക്ഷത്ത് നിന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമാണോ CPM എം സ്വരാജിന്റെ പേര് പരിഗണിക്കാൻ വേണ്ടി ആദ്യമായിട്ട് തയ്യാറാവുക? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഒപ്പം തന്നെ ഈ അൻവറിനെ മുന്നണിയോട് അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? കെ മുരളീധരനടക്കം പറഞ്ഞിരിക്കുന്നത് അൻവറിനെ അങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല, അൻവർ ഒരു ഫാക്ട് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ ഒരു 3-4 ദിവസം മുമ്പ് തന്നെ ഈ ചർച്ച ഈ നിലയിൽ ഉയരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. അൻവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അൻവർ ആ നിലയിൽ കൂടെ ഉണ്ടാവണം. കൂടെ അദ്ദേഹം വരാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇനി അതല്ല, അൻവർ കൂടെ വരാൻ തയ്യാറില്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പിടിവാശികളും ചില ഈഗോയും ആണ് അദ്ദേഹത്തിന് പ്രധാനം എന്ന നിലയിൽ അദ്ദേഹം കാണുന്നത് എങ്കിൽ ആ നിലയിൽ അതിനെ കൈകാര്യം ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ നിലപാട് അക്കാര്യത്തിൽ തുടക്കം തൊട്ട് തന്നെ ക്ലിയർ ആണ്. ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ച് അദ്ദേഹം പ്രചരണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും ഞങ്ങളുടെ കൂടെ വരാം. ആ രീതിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഓക്കെ, വളരെയധികം നന്ദിയുണ്ട് ശ്രീ വി ടി ബൽറാം ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. ഇപ്പോൾ